PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. KM ഷാജിയാണ് ഇപ്പോൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് പ്രേക്ഷകർ കേട്ടത്. പ്രസംഗിച്ചത് നിയമസഭ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം PM ശ്രീ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മുസ്ലിം ലീഗും UDF-ഉം ഉപയോഗിച്ചിരുന്നു. മുസ്ലിം വോട്ട് ഏകീകരണത്തിന്റെ പ്രധാന നാടി എന്ന് പറയുന്നത് PM ശ്രീ തന്നെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ അതേ PM ശ്രീ നടപ്പാക്കുമെന്ന നിലപാടിലേക്കാണ് UDF എത്തുന്നത്. നടപ്പാക്കുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രി നയിക്കുന്ന വകുപ്പ് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്നലെ പറഞ്ഞതെല്ലാം ഒന്നൊന്നായി വിഴുങ്ങുന്നു. രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയതെല്ലാം ഇപ്പോൾ ഉപേക്ഷിക്കുന്നു. അതാണ് കാണുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീന്റെ വാക്കുകൾ തന്നെ കേൾക്കാം. നിങ്ങളിപ്പോ ഇന്ന് തന്നെ തീരുമാനം എടുത്തു തരണമെന്ന് പറഞ്ഞാൽ അത് കഴിയുമോ? അതിന്റെ ഒരു എമർജൻസി അതിലില്ലല്ലോ. ലീഗിന്റെ നിലപാട് അക്കാര്യത്തിൽ സുവ്യക്തമാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അങ്ങനെ ഒരു പാഠ്യപദ്ധതിയോടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളത് പ്രഖ്യാപിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊരു ഫെഡറൽ സംവിധാനത്തിലുള്ള രാജ്യമാണ്. ഇവിടെ ഇങ്ങനെ ഫണ്ടുകൾ നൽകുന്നതിന് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഉപാധികൾ വെക്കാൻ പാടില്ല. അത് നമ്മുടെ ഫെഡറൽ തത്വത്തിനെതിരാണ്. ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നതാണ്. ഷംസുദ്ദീൻ ഉരുണ്ട് കളിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നിലപാട്, UDF-ന്റെ നിലപാട് PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്നതാണ്. ഇപ്പോൾ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല, അത് തുടരും എന്ന് ആർജവത്തോടെ പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക്, UDF നേതാക്കൾക്ക്, മുഖ്യമന്ത്രി VD സതീശനെ? അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പ്രസംഗിച്ചതാണ് PM ശ്രീ പദ്ധതിയെ കുറിച്ച്. ഇതാ CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലാണ്. മുണ്ടുടുത്ത മോദിയാണ് കേരളം ഭരിക്കുന്നത്. ഇതാണ് പറഞ്ഞത്. അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു, മോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത് എന്ന് വരെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അദ്ദേഹം ഇപ്പോൾ മിണ്ടുന്നില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി പച്ചക്കൊടി കാണിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതാണ് കേരളത്തിൽ കാണുന്നത്. മുസ്ലിം ലീഗിന്റെ അണികൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ അണികൾ, നേതാക്കൾ പറയണം മറുപടി. UDF നേതാക്കളോട്, കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. അന്ന് പറഞ്ഞതെല്ലാം എന്തിനെ വിഴുങ്ങുന്നു എന്ന്. എന്തിനേറെ പറയുന്നു, മുസ്ലിം ലീഗിന്റെ നേതാവാണല്ലോ PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന്. അതിന്റെ വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. 24 ന്യൂസ് കൊടുത്ത വാർത്ത. 2025 ഒക്ടോബർ 24-ന് UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീ നടപ്പാക്കില്ല. ഫണ്ട് BJP-യുടെ ഔദാര്യമല്ല, അത് ജനങ്ങളുടെ ഫണ്ടാണ് എന്ന് പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ 24 ന്യൂസ് കൊടുത്തതാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭ്യമാണ്. മറ്റു മാധ്യമങ്ങളിലും ഇതേ വാർത്ത വന്നിട്ടുണ്ട്. അതുമാത്രമോ, യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. 2025 ഒക്ടോബർ 27-ന് PK നവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. വിവിധ ഇടങ്ങളിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ സമരം, PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം, അതിന്റെ ഫോട്ടോകൾ കൊടുത്തുകൊണ്ട് PK നവാസ് ഇട്ട പോസ്റ്ററാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുക, സെക്രട്ടേറിയറ്റിന് മുന്നിൽ MSF-ന്റെ അത്യുജ്വല പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന സമരങ്ങളുടെ ജലപീരങ്കി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളുടെ ഒക്കെ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. എന്ന് വെച്ചാൽ യൂത്ത് ലീഗ് സജീവമായി പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ PM ശ്രീ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെ മന്ത്രിയായ വകുപ്പിൽ PM ശ്രീ പദ്ധതി വീണ്ടും നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ആലോചിച്ച് നോക്കണം എവിടത്തേക്കാണ് ഈ സർക്കാർ പോകുന്നത്. ഇന്നലെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവസ്ഥ. മുൻ സർക്കാർ ഒപ്പിട്ടിട്ടില്ലേ, പിന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ തുടർച്ചയല്ലേ ഈ സർക്കാർ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ, കബളിപ്പിക്കാൻ ശ്രമങ്ങൾ. എന്തിനേറെ പറയുന്നു, സ്വന്തം അണികളെപ്പോലും കബളിപ്പിക്കുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് മന്ത്രിമാർ എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത. എന്തായാലും PM ശ്രീ പദ്ധതി നടപ്പാക്കുമോ ഇല്ലയോ എന്നത് അറിയേണ്ടതുണ്ട്. നടപ്പാക്കിയാൽ ഇന്നലെ പറഞ്ഞതെല്ലാം മുസ്ലിം ലീഗും UDF-ഉം വിഴുങ്ങുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നു. BJP-യുമായി യഥാർത്ഥ ഡീൽ ഉണ്ടാക്കിയത് UDF ആണ്, കോൺഗ്രസ് ആണ്, മുസ്ലിം ലീഗാണ് എന്ന് പറയേണ്ടി വരും.